ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നത് ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ വേറെ ആരോ തെറ്റ് ചെയ്തിട്ടില്ല, അത് ആരാണെന്നുള്ളത് നിരൂപിക്കാൻ വേണ്ടി അടുത്ത 20 years, അങ്ങനെ 20 വർഷം, അങ്ങനെ 24 വർഷം എടുത്തു. അതിനാണ് ഈ ജഡ്ജ്മെൻറ്റ് വന്നത് 2018. ആ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലാണ് ഇപ്പം ചാർജ് ഷീറ്റ് വന്നിരിക്കുന്നത്. ജെയിൻസ് കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് വെയർ അപ്രൂവ്ഡ് ബൈ ദ സുപ്രീം കോർട്ട്. പക്ഷേ അതോടെ കൂടെ എനിക്കുള്ള ഇൻട്രസ്റ്റ് പോയി. അതായത് എനിക്കുള്ള ഒരു ഗോൾ ഉണ്ടായിരുന്നല്ലോ, ആ ഗോൾ തീർന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ നെവർ ബാദേഡ്. പലരും ചോദിക്കും എന്നോട്, സാറേ എന്തുമായി, അത് കേസ് അതിന് ശേഷം ഒന്നും കേട്ടില്ലെന്നൊക്കെ പറയും. എനിക്കും അറിയില്ല. പിന്നെ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രമിച്ചു എന്താണെന്ന് ചോദിച്ചു. ആരും ചാർജ് ഷീറ്റ് കാണിച്ചില്ല ആർക്കും. അപ്പോൾ ഞാനും വിട്ടു. നമ്മൾ എന്തിനാക്കാണ്, എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്കൊന്നുമില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്, നിങ്ങളെല്ലാവരും ചാർജ് ഷീറ്റ് കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട് ചാർജ് ഷീറ്റ്? കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? സോഫ്റ്റ് കോപ്പി കണ്ടോ? കണ്ടെന്ന് പറ, കണ്ടെന്ന് പറ, കണ്ടില്ലെങ്കിൽ പറ. ഫസ്റ്റ് പേജ് മാത്രം കണ്ടിട്ടാണ് ഇത്രയും കാണിക്കുന്നത്. എത്ര പേജ് ഉണ്ട് മൊത്തം? ആർക്കെങ്കിലും അറിയാമോ എത്ര പേജ് ഉണ്ടെന്ന്? അറിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ ഇതേ മിസ്റ്റേക്ക് വീണ്ടും ചെയ്യുകയാണ്. ഒരു ന്യൂസ് കംപ്ലീറ്റ് മനസ്സിലാക്കി ആദ്യം ഇത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതിൻ്റെ ന്യൂസ് വന്നപ്പോൾ ഞാൻ പറയായിരുന്നു എനിക്ക് ഒന്നും അറിയില്ല, ഒരാളും ചാർജ് ഷീറ്റ് കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേ തന്നെ ഇപ്പോഴും പറയാണ്. ഒരു ചാർജ് ഷീറ്റ് നിങ്ങളാരും കണ്ടതായിട്ട് ആരും കൈവെക്കുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ ഇത് മിസ്റ്റേക്കാണത്. നിങ്ങളും ചാർജ് ഷീറ്റ് കണ്ണുകൊണ്ട് കാണണം, വായിച്ച് നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിനകത്തുള്ള സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. എനിവേ ഇറ്റ്സ് ഓക്കെ, പാർട്ട് ഓഫ് ഇറ്റ്. നിങ്ങൾ കണ്ടില്ലെങ്കിലും സം റൂമേഴ്സ് നിങ്ങളുടെ കയ്യിൽ വന്ന് കാണും. ആരോ ഒരാൾ കണ്ടു കാണും, അതെന്നറിയില്ല. നിങ്ങളുടെ ആൻസർ കഴിഞ്ഞു. പോലീസ് വലിയ രീതിയിൽ മർദ്ദനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതായിരുന്നു ഒരു മൊഴി. സുകുമാരൻ എന്ന് പറഞ്ഞ ഡോക്ടറുടെ മൊഴിയാണ്. അപ്പൊ അങ്ങനെ ശക്തമായ മർദ്ദനം ആ സമയത്ത് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ, നിങ്ങൾ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് പല നല്ല കാര്യങ്ങളും, കല്യാണം, ഹണിമൂൺ, ഇതുപോലത്തെ കാര്യങ്ങൾ ഓർക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. മരണം, അതുപോലത്തെ കാര്യങ്ങൾ ഓർക്കുന്നതിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? നിങ്ങൾ എന്താ ചോദിക്കുന്നത് വെച്ചാൽ, സാറേ നിങ്ങളെ ആരെങ്കിലും തല്ലിയോ എന്ന് ചോദിക്കുക അല്ലേ? അത് ഓർക്കാൻ നല്ല ഒരു കാര്യമാണോ? അല്ല. മാത്രമല്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ മറ്റവർക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് ഇല്ലേ? അതെ, പൊതുജനങ്ങൾ ആൾറെഡി എല്ലാവരും കണ്ടവാനാണ് അറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കൊച്ചു പിള്ളേരല്ലേ, അതുകൊണ്ട് പ്രായം കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് പുതിയ ഒരു അനുഭവമായിരിക്കും. കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും 30 വയസ്സിന് താഴെ. കേസ് തുടങ്ങിയത് 94-ലാണ്. 30 വർഷം കറക്റ്റായിട്ട്. അതായത് ഇപ്പോൾ ഞാൻ അതിനകത്ത് കമൻറ്റ് പറയില്ല. അതിൻ്റെ കാരണം പറഞ്ഞുതരാം. നിങ്ങൾ സത്യപ്രമാണം എന്നടുത്ത് ചെയ്യാണ്, ഞാൻ ആ ചാർജ് ഷീറ്റ് കണ്ടു, അതിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നു എന്ന് സത്യപ്രമാണം നിങ്ങൾ ചെയ്താൽ അതിനെ പുറത്ത് ഞാൻ പറയുന്നുണ്ടോ? കണ്ടിട്ടില്ല. കാണാത്ത ഒരു സാഹചര്യത്തിനെ കുറിച്ച് നമ്മളെല്ലാവരും എന്തിനാണ് കിടന്ന് പറയുന്നത്? കാണാം, വെയിറ്റ് ചെയ്ത് ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്താൽ മതി, അത് പുറത്ത് വരും. നാളെ മിക്കവാറും പത്രത്തിൽ കാണും എല്ലാം. നിങ്ങളുടെ ചീഫ് ആരെങ്കിലും അതിനകത്ത് വാങ്ങിച്ച് കാണും, മറ്റേ ചാർജ് ഷീറ്റ് വാങ്ങിച്ച് കാണും, ഷുവറായിട്ട് വാങ്ങിച്ച് കാണും. വാങ്ങിക്കാൻ അത് അവിടെ ഇറ്റ് ഈസ് നോട്ട് എ സീക്രട്ട്, ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെൻറ്റ്. അതുകൊണ്ട് എല്ലാവർക്കും കിട്ടണമെന്നുള്ളതാണ് കാപ്പി. എനിക്കും കിട്ടണം, എനിക്ക് കിട്ടിയില്ല. അത് ഞാൻ ഇൻട്രസ്റ്റ് കാണിക്കാത്തതുകൊണ്ട്. അതിന്റെ പേരിൽ ഉണ്ടാക്കിയൊരു കേസെന്നാണ് ഇപ്പൊ പറയുന്നത്. അതുകൊണ്ട് മാത്രം സിബി മാത്യൂസിനെ പോലൊരാൾ ഇതിനകത്ത് വീണു പോകാൻ പാടുള്ളൂ. അപ്പൊ അതിനകത്ത് മറ്റെന്തെങ്കിലും താല്പര്യം, അതിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന, എന്താണ് സാറ് കരുതുന്നത്? അല്ല, ഇത് സത്യത്തിൽ നിങ്ങളുടെ ചോദ്യത്തിന്റെ ആൻസേഴ്സൊക്കെ CBIയുടെ ക്ലോഷർ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. ഇന്നത്തെ ഡോക്യുമെന്റ് അല്ല ഞാൻ പറയുന്നത്, 96 ഡോക്യുമെന്റ് പറയുന്നത്, 28 വർഷത്തിന് മുമ്പുള്ളതിലുണ്ട്. പക്ഷേ അത് കോടതിയിൽ ട്രയലിന് പോയില്ല. ട്രയലിന് പോയത് 98-ലെ സുപ്രീം കോടതിയിൽ പോയത്, 2018-ലെ സുപ്രീം കോടതിയിൽ പോയതുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾ ഒന്നും വരത്തില്ല. നിങ്ങൾക്കുള്ള പ്രശ്നം അതാണ്.
ഇപ്പം ഇത് ട്രയൽ എങ്ങനെയാണ് വരുന്നുണ്ട് അത് നോക്കാം, നോക്കിയിട്ട് നമുക്ക് പറയാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് ശരിയായിട്ട് വരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അല്ല, ഇത് നമ്മൾ ഒരാളിനെ സൈഡ് സപ്പോർട്ട് ചെയ്തിട്ട് പറയാൻ ഞാൻ തയ്യാറില്ല. ഇപ്പം ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു വാക്ക് ഒരാളിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണ് അത് ഇങ്ങനെ ചെയ്ത് കാണത്തില്ല, അങ്ങേർക്ക് അത് അബദ്ധം, അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതെനിക്ക് പറയാം, അത് ഉറപ്പാണ്. അത് ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഏതെങ്കിലും കേസിലേക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ഒന്ന് അവർ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ ഇതിൻ്റെ ചോദ്യം വരത്തില്ല. അത് പിടിച്ച് നിൽക്കാൻ കുറച്ച് ഉറപ്പ് വേണം, കുറച്ച് പാടാണ്. അത് കോടതിയിൽ കേസുണ്ടായിരുന്നല്ലോ, കോടതിയിൽ കേസുണ്ടായിരുന്നു. അതെ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അത് ഞാൻ ന്യൂസ് പേപ്പറിലും വായിച്ചു. ജൂലൈ 26 അവർ ഹാജരാകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്.